ഭാഗ്യം പപ്പിയന്റെ ജോലി മാത്രമേ വന്നുള്ളൂ. ആ തീയക്കുട്ടി വന്നില്ല. എന്നാലും നമ്മുടെ ചാണകം കൊണ്ടുള്ള പണി അത് വെറുതെ ആയല്ലോ. കുഞ്ഞാ ചേച്ചി, എന്താടി പെണ്ണെ 32 പല്ലും കാട്ടി നല്ല എളുപ്പനാണല്ലോ. എന്തേ ജോലി വന്നതിന്റെ സന്തോഷാണോ അതോ തീയക്കുട്ടി വരാത്തതിന്റെ സന്തോഷോ? അങ്ങനെ ചോദിച്ചാ രണ്ടുണ്ട്. എന്ത്? വെറുതെ ചേച്ചിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണേ. എന്നാൽ എന്റെ പെണ്ണെ നീ എന്താ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ? നിന്റെ പ്രാർത്ഥന ഫലിച്ച് ആ തീയക്കുട്ടി വരാണ്ടായല്ലോ. പക്ഷേ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ജോലി ഇങ്ങോട്ട് കേഴുന്നുള്ളേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ ചേച്ചി ടെൻഷൻ ആവണ്ടേ. ജോലിനെ നമുക്ക് ആക്കം പോലെ കൈകാര്യം ചെയ്യാന്നേ. കൈകാര്യം ചെയ്യേ? എന്താണ് പറയുന്നേ? ഓ അത് പിന്നെ ഇന്ന് തീയക്കുട്ടി വരുവാണെങ്കിലേ അവക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ദുർഭാഗ്യവശാൽ അവളൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് ആ പണികളൊക്കെ നമുക്ക് ജോലിക്ക് കൊടുക്കാനേ. പണികൾ കൊടുക്കാന്നോ? അല്ല കുഞ്ഞാ നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഓ അതൊക്കെ പതിയെ പതിയെ മനസ്സിലാവുന്നേ. അല്ല ചേച്ചിന്റെ ആഗ്രഹം എന്താ? ആ ജോലി ഇവിടെ തന്നെ നിൽക്കണമെന്നോ അതോ നാളെ തന്നെ അങ്ങോട്ടേക്ക് പറന്നു പോകണമെന്നോ? ഓ എന്റെ ആഗ്രഹം ഇന്ന് ഇപ്പൊ ഈ നിമിഷം തന്നെ അവള് പോയാലേ എനിക്ക് അതിലേറെ സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പൊ അതിനുള്ള പണികളെ പറ്റിട്ടാ ഞാൻ ഈ പറയുന്നേ. ചേച്ചി മറുപടി ഒന്നും പറയണ്ട. ഞാൻ പറയണ മാത്രം അങ്ങോട്ട് കേട്ടേച്ചാ മതി. ഈ പെണ്ണെ അവസാനം പുലിവാലാവോടി? അതൊന്നും ആവത്തില്ലെന്നേ. ഞാനില്ലേ പിന്നെന്തിനാ പേടിക്കുന്നേ? അതന്നെയാ എന്റെ വലിയ പേടി തന്നെ. ചേച്ചി ചുമ്മാ പറഞ്ഞതാടി. ഞാൻ കരുതി ചേച്ചി ശരിക്കും എനിക്കിട്ടൊന്ന് താങ്ങിയതാണ്. ഏയ് അതൊന്നല്ല. അല്ല എന്തോ പ്ലാനേ അത് പറയണ്ടേ? അത് പറയല്ലേ മോളെ, പ്രവർത്തിക്കത്തേ ഉള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്തേ, ആ ജോലിനെ കൂട്ടിട്ടേ നമ്മുടെ തൊഴുത്തിന്റെ അവിടേക്ക് വന്നേ. ബാക്കിയൊക്കെ ഈ കുഞ്ഞാൻ കേട്ടോളാം. തൊഴുത്തിന്റെ അവിടെ വരാനോ? അല്ല കുഞ്ഞാ എന്തിനാ അതെങ്ങനെ പറഞ്ഞിട്ട് പോന്നേ? ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യേ. ഇനിയിപ്പോ ആ ജോലിനെ എന്ത് പറഞ്ഞിട്ടാ തൊഴുത്തിന്റെ അവിടേക്ക് കൊണ്ടുപോവാ? അല്ല തൊഴുത്തിന്റെ അവിടെ പോയിട്ട് എന്ത് പണി കൊടുക്കാനായിരിക്കും? ചേച്ചി ഞാനില്ല, വേഗം വാ. ആ ദേ വരുന്നേ വരുന്നേ. എടി മോളെ റൂമൊക്കെ ഇഷ്ടായോടി? ഓ ഒരുപാട് ഇഷ്ടായി അമ്മേ. അല്ല ആരാ റൂമൊക്കെ അറേഞ്ച് ചെയ്തേ? വേറെ ആരെ? അമ്മന്നെ. മോള് വരണമെന്ന് പറഞ്ഞപ്പോഴേ അമ്മ മൂരയൊക്കെ തട്ടി വൃത്തിയാക്കി നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ സോഫയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി അങ്ങ് കിടുക്കനാക്കിയെന്നേ. ഓ ഒരുപാട് താങ്ക്സ് അമ്മേ. എന്നാ മക്കൾ കുറച്ചേരം കടന്ന് റെസ്റ്റ് എടുത്തോ. ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലയോ? ഓക്കേ അമ്മേ. അമ്മ ജോലി പുറത്തുണ്ടെങ്കിൽ അവളോടൊന്ന് റൂമിലേക്ക് വരാൻ പറയട്ടോ. ഓ പറയാടി മോളെ. കൊച്ച് ടി വി കണ്ടോണ്ടിരിക്കാ. ഞാനിപ്പോ പോകുമ്പോ പറയാൻ കേട്ടാ. അല്ല മോളെ മരുമോനും തീക്കുട്ടി എന്തേ ഇവിടെ എത്താനായോ? ഓ ഇല്ല അമ്മേ, അവരവിടുന്ന് ഫ്ലൈറ്റ് കേറിയിട്ടൊന്നുമില്ലെന്നേ. അവക്ക് നാളെയല്ലേ എക്സാം കഴിയുന്നേ. എക്സാം കഴിഞ്ഞ പാടെ ഈവനിങ് അവിടുന്ന് കേറാന്നാ പറഞ്ഞേ. അപ്പം നാളെ വൈകിട്ടൊക്കെ ആവുമ്പം ഇവിടെ എത്താൻ മതിയാവുന്നേ. ആണോ? അപ്പൊ ശരി ശരി മക്കൾ കിടന്നോട്ടോ. അമ്മ പോയിട്ട് ജോലി മോളോട് വരാൻ പറയാം. ഓക്കേ അമ്മേ. ഓ മൈ ഗോഡ്, ഇവിടെ വന്ന എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഈ ടിവിയിലെ കേബിൾ എന്നെ കാണത്തില്ല. ചേടാ ഇവളപ്പം എന്ത് പറഞ്ഞേട്ടാ ആ തൊയ്ത്തിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ? ഹേയ് മാളു. അല്ല ഇവിടെ നീ എന്തെടുക്കുവാ? അത് പിന്നെ ടിവി കാണാനോർത്ത് ഇവിടെ വന്ന് ഇരുന്നതായിരുന്നു. ബട്ട് ടിവിയിലെ അൺഫോർച്യൂനേറ്റ്ലി കേബിൾ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ബോർ അടിച്ചിരിക്കുവാ. അല്ല നിങ്ങളിവിടുത്തെ ടിവി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? കാരണം ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ കാണാറ്. അതുകൊണ്ടാ ചോദിച്ചേ. അത് പിന്നെ ഞങ്ങളെ ടിവിക്ക് അറിയാം എപ്പം ചാനൽ വർക്ക് ചെയ്യണം, ആരെ കണ്ട ചാനൽ വർക്ക് ചെയ്യരുതെന്ന്. അതാ ഞങ്ങളുടെ ടിവിന്റെ പ്രത്യേകത. എന്ത് നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നേ. ഒരു കണക്കിന് മനസ്സിലാവാത്തത് നല്ലത്. അല്ല നിനക്ക് ഇവിടെ ഇരുന്നിരുന്ന് ബോറടിക്കുമല്ലേ? നീ വാന്നേ നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. Really? നീ എന്നെ പുറത്ത് ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോവോ? ഓ അതിനെന്താ, കൊണ്ടുപോവാലോ. വാ നമുക്ക് പോവാന്നേ. Thank you മാളു, thank you so much. വാ വാ നിന്ന് സമയം കളയണ്ട. പിന്നെ നിനക്ക് ഫ്ലൈറ്റ് കിട്ടത്തില്ലെന്നേ.